രണ്ട് പേര് ആത്മഹത്യ ചെയ്ത ഒരു വാടക വീട്ടിൽ 2 ദിവസം മുമ്പ് അച്ഛനും മകളും മരിച്ചു. വിവരങ്ങളും അതിനു മുമ്പ് മരിച്ച വിവരങ്ങളും ഇതായിട്ടുള്ള കണക്ഷനൊക്കെ ഞാൻ പിന്നെ പറയാം. ഇപ്പോൾ ആദ്യം അതിൻ്റെ വിഷയങ്ങൾ പറയാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാസർഗോഡാണ് സംഭവം. കാസർഗോഡ് ചെമ്മനാട് കോളനിക്കടുത്തുള്ള വാടക വീട്ടിലാണ് സംഭവം നടന്നത്. ഗണേശൻ എന്നാണ് അച്ഛൻ്റെ പേര്, 47 വയസ്സ്. മകള് വൈഷ്ണവി, 17 വയസ്സായിട്ടുള്ളൂ. അമ്മ ഹോം നേഴ്സാണ്. ഈ സംഭവം നടക്കുന്ന ദിവസം അമ്മ വേറൊരു വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന സമയമാണ്. അവിടെയാണ് ഡ്യൂട്ടി. അപ്പോൾ ഒരു രാത്രി 9:30 അടുത്താണ് ഈ സംഭവം ഉണ്ടായത്. ഈ ഗണേശന് ഈ കാറ്ററിംഗ് കമ്പനിയിലായിട്ട് ജോലിയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഗണേശൻ ഈ ഒരു പോസ്കോ കേസിൽ ഇതിനു മുമ്പ് അകപ്പെട്ടിട്ടുണ്ട്, ഒരു കേസ് ഉണ്ടെന്നുള്ളത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹം ഒരു ഇടയ്ക്ക് ഭയങ്കര മദ്യപാനിയാണ്. ആ മദ്യപാനത്തിൻ്റെ പേരിൽ വീട്ടിൽ വഴക്കുണ്ടാവാറുണ്ടെന്ന് അയൽവക്കക്കാർ പറയുന്നുണ്ട്. ഇപ്പോൾ നാട്ടുകാരെല്ലാവരും കൂടിയിട്ട് ഇത് പോലീസിനെ അറിയിച്ചു. പോലീസ് വന്നു. അവിടെ ആ നാട്ടിലുള്ളവർ ഞെട്ടിക്കുന്ന ഒരു സംഭവമായത്. ആ പെൺകുട്ടിയുടെ മുഖത്ത് നോക്കുമ്പോൾ നമുക്ക് ആ ഫോട്ടോ അതിൻ്റെ അച്ഛനെ മോളിൽ കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. എന്തിനാ ഈ കടുങ്കൈ ചെയ്യുന്നതെന്നുള്ളത് തോന്നുന്നത് നമുക്ക് അതിനും കാരണമുണ്ട്, പറയാട്ടാ. അപ്പോൾ ഇങ്ങനെ ഒരു മരണം എന്താണ് ഇതിൻ്റെ കാരണം എന്ന് അറിയണമെങ്കിൽ നമുക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരണം. പോലീസ് വന്നു, ബാക്കിയുള്ള മേൽ നടപടികളൊക്കെ ചെയ്തിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് അതിൻ്റെ റിപ്പോർട്ട് വന്നാൽ അറിയാം എന്തുകൊണ്ടാണ് ഈ മരിച്ചതെന്നുള്ളത്. സ്വാഭാവികമായിട്ടും മരണത്തിൽ വേറെ ദുരൂഹതകളൊന്നും കാണാനില്ല എന്നാണ് പോലീസ് പറഞ്ഞത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൂന്നാമതൊരു കൈയുള്ള ഇതിലില്ല. അതുപോലെ തന്നെ ഇതൊരു ആത്മഹത്യ ചെയ്തത് തന്നെയാണ്. അങ്ങനെയൊക്കെ അവർക്ക് ഒറ്റ നോട്ടത്തിൽ പോലീസിന് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയട്ടെ, ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ദുരൂഹതയുണ്ട്. കാരണം ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, 2 പേര് തൂങ്ങി മരിച്ച വാടക വീട്. അത് ആ തൂങ്ങി മരിച്ച വാടക വീട്ടിലാണ് ഇവർ താമസം തുടങ്ങിയത്. ഈ തൂങ്ങി മരിച്ച വീടുകളിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 2 പേരെ ആത്മാവ് പോയത്, പെടഞ്ഞു പോയത് അവിടെയാണ്. അവർക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരിച്ചവർക്ക് ജീവിച്ചിരിക്കുന്നവരോട് കണ്ടു കഴിഞ്ഞാൽ ദേഷ്യ, വൈരാഗ്യ. അവർ മരിച്ചു പോയി, പക്ഷേ ആ വൈരാഗ്യം നമുക്കറിയില്ല. നമുക്ക് അവരെ കാണാനും പറ്റില്ല, അവർക്ക് നമ്മളോട് സംസാരിക്കാനും പറ്റില്ല, നമുക്ക് അവരോട് സംസാരിക്കാൻ പറ്റില്ല. പക്ഷേ അവർക്ക് പല ശക്തികളും മരിച്ചു പോയവർക്കുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിന്തനെ, നമ്മുടെ തലച്ചോറിൻ്റെ ചിന്തനെ മാറ്റി ചിന്തിക്കാനായിട്ട് ചിലപ്പോൾ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവുള്ള വീട്ടിൽ ആ പ്രശ്നത്തിനെ ഇവർക്ക് ആളിക്കത്തിക്കാൻ പറ്റും. അതൊരു ചെറിയ വഴക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു വഴക്കാക്കി മാറ്റാൻ പറ്റും. നമ്മുടെ ചിന്തകളെ മരണത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഈ ആത്മാക്കൾക്ക് സാധിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സംഭവിച്ചതും അതാണെന്ന് എനിക്ക് തോന്നുന്നു. പോലീസ് പറഞ്ഞു സ്വാഭാവികമായിട്ടുള്ളൊരു മരണമാണ്, ഇതിൻ്റെ ഉള്ളിൽ വേറൊരു സംശയങ്ങളും ഇല്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ സംശയങ്ങളില്ല എന്ന് പറഞ്ഞ നിലയ്ക്ക് ഈ 2 പേര് അവിടെ തൂങ്ങി മരിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രതികൾ അവർ തന്നെയാണ്. അവരെ ആണ് ഈ 2 പേരും മരിക്കാൻ വേണ്ടിയിട്ട് പ്രചോദനം ചെയ്തത്. 2 പേരും മനസ്സിനെ ഉള്ളിൽ ഇഞ്ചക്റ്റ് ചെയ്തിട്ട് ചെറിയ പ്രശ്നങ്ങളായാലും വലിയ പ്രശ്നങ്ങളായാലും അതിനെ കൂടുതൽ നമ്മുടെ മനസ്സിനെ ചിന്തിപ്പിച്ച് പലതും ചിന്തിച്ച് ഒരു നിമിഷം നേരത്തിൻ്റെ പ്രശ്നമാണ് നമ്മൾ ഈ മരിക്കാൻ പോകേണ്ട ഒരു പ്രശ്നം. ആ ഒരു നിമിഷം നേരം നമ്മുടെ നിന്ന് പെട്ടെന്ന് മനസ്സ് മാറി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ മരിക്കുകയില്ല. അതുപോലെ ഒരിക്കൽ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ട ആൾക്കാർ പിന്നെ ആത്മഹത്യ ചെയ്തിട്ട് അവർ മരിക്കില്ല, അത് ഉറപ്പാണ്. അത് തിരിച്ചു വന്ന ആൾക്കാർ. ഇങ്ങനെ 2 കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മൾ ഒരിക്കലും ഒരാൾ 2 ആളോ 3 ആളൊക്കെ മരിച്ച വീട്ടിൽ നമ്മൾ പോയി താമസിക്കരുത്. അത് നമ്മൾക്ക് കുടുംബകലഹം ഉണ്ടാവാനും ഒരു സ്വരച്ചേർച്ചയില്ലാണ്ടിരിക്കാനും ഉള്ള സ്വത്തുക്കളും മുതലൊക്കെ നശിച്ചു പോകാനും ഇതിനൊക്കെ ആ പ്രേതാത്മാക്കൾക്ക് കഴിവുണ്ട്. ഇപ്പം നമ്മൾ പലരും കേട്ടിട്ടുണ്ട്, ചിലർ ഈ ഒരു പറമ്പ് മേടിച്ചിട്ട് അസ്ഥിവാരം കോരുമ്പോൾ അവിടെ നിന്ന് തലോടോ അല്ലെങ്കിൽ എല്ലും കഷ്ണമൊക്കെ കിട്ടും. പക്ഷെ അത് പണ്ട് ശവപ്പറമ്പായിരുന്ന സ്ഥലമാണ്, അതാണ് അവിടെ എല്ലും കഷ്ണം കിട്ടുന്നത്. അവരതെടുത്ത് പറക്കി കളഞ്ഞിട്ട് അവിടെ വീട് വയ്ക്കും. പക്ഷേ ആ എല്ല് കഷ്ണം പിന്നെയും ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ. ആ ഒരു വീടിൻ്റെ അകത്ത് എല്ല് കഷ്ണം ഇരുന്നാൽ ആ വീട് നശിച്ചു പോകുന്നതിന് മാത്രമല്ല കടുംമരണങ്ങൾ അവിടെ സംഭവിക്കുകയും ചെയ്യും. അത്രയും ഈ നെഗറ്റീവ് എനർജിക്ക് അത്രയും വലിയൊരു ശക്തിയുള്ളതാണ്. ഇതില്ലാത്ത കാര്യം ഞാൻ പറയണതല്ല. ഇപ്പോൾ ഇവിടെ ഞാൻ ഈ മരണത്തിനെ കുറിച്ച് ഞാൻ വിശദമായിട്ട് നോക്കിയപ്പോൾ ഒരു കാരണവും കാണാനില്ല. അവർക്ക് സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും ഇല്ല, എല്ലാ കാര്യങ്ങളും അവർ സേഫാണ്. ഇയാൾ ഇത്തിരി കുടിക്കും എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു കേസ്, അതിപ്പോൾ ഈ പണ്ടാര വാങ്ങനക്ക് വെറുതെ ആയാലും കേസ് വരാലോ. ചിലപ്പോൾ അത് നോക്കിയെന്ന് പറഞ്ഞാലും കേസ് വരാലോ. കേസില്ലാത്തവർ ഇപ്പോൾ ആരും നമ്മുടെ നാട്ടിലുള്ളത്. അതൊന്നും ഒരു വിഷയമല്ല, മരിക്കാനുള്ള ഒരു കാരണമൊന്നുമല്ല അതൊന്നും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എൻ്റെ
നിഗമനമാണ് കേട്ടോ. അല്ലാണ്ട് ഇപ്പോൾ ഇത് ഔദ്യോഗികമായിട്ടുള്ള വേറൊരാളൊന്നും പോലീസോ അല്ലെങ്കിൽ കോടതിയൊന്നും അംഗീകരിക്കില്ല. അതൊക്കെ അന്ധവിശ്വാസമെന്ന് പറഞ്ഞ് തള്ളും. കാരണം വെച്ചാൽ അവർക്ക് പോലീസുമാരായാലും മറ്റുള്ളവരായാലും നിയമത്തിൽ നോക്കി നടക്കുന്ന ആൾക്കാരാണ്. അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളും പറഞ്ഞ് കോടതിയിൽ വന്നു കഴിഞ്ഞാൽ ഓടിക്കും കോടതി. അതവിടെ നിൽക്കട്ടെ. മനുഷ്യൻ എപ്പോഴും ഏത് കോടതി ആയാലും ആ കോടതിയിലും പറയുന്നത് ദൈവനാമത്തിൽ സത്യം ചെയ്യാൻ പറയുന്നുണ്ടല്ലോ. ലണ്ടനിൽ അമേരിക്കയിലൊക്കെ പോയി പഠിച്ച ലക്ഷങ്ങൾ കൊടുത്തും കോടികൾ കൊടുത്തും പഠിച്ച ഡോക്ടർമാർ കത്തിയെടുക്കുമ്പോൾ അവരും ദൈവമേ എന്ന് വിചാരിക്കുന്നുണ്ടല്ലോ. അതെന്തിനാ? അവർ പഠിച്ച പണി അവരോട് ചെയ്താൽ പോലെ. അതിനെന്തിനാ ദൈവത്തിനെ കൂട്ടുപിടിക്കുന്നത്? ഈ ഡോക്ടർമാർ ഇത്രയൊക്കെ ചെയ്യുന്ന ആൾക്കാർ പോലും നമ്മളോട് വന്നിട്ട് പറയാനെന്താ, ഇനി ദൈവത്തിനോട് പറഞ്ഞോളൂ, ഞാൻ ചെയ്യാളൊക്കെ ചെയ്തിട്ടുണ്ട്, ഇനി 24 മണിക്കൂർ നേരം കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് 24 മണിക്കൂർ വരെ നിങ്ങൾ ദൈവത്തിന് വിളിച്ചിരിക്കുക എന്നാണ് പറയണത്. അതിൻ്റെ ആവശ്യം എന്താ? അദ്ദേഹം പഠിച്ച പണി, ഇത്രയും കാശ് കൊടുത്ത് പഠിച്ച പണി ഭംഗിയായി ചെയ്തിട്ടുണ്ട്. ഇവനെ തന്നെ ദൈവത്തിനെ കൂട്ടുപിടിക്കുന്നത്. ദൈവത്തിൻ്റെ സമയം ദൈവത്തിനെ അറിയാം. ആ സമയമായ ദൈവം കൊണ്ട് കൊണ്ടുപോകും. ഒരു ഡോക്ടർക്കും പിന്നെ രക്ഷിക്കാൻ പറ്റില്ല. ഒരു 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 അമേരിക്കക്കാരൻ ഡോക്ടർക്കും രക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് അതിൻ്റെ സ്ഥിതി. അപ്പോൾ മരിച്ചവർക്കും ശക്തിയുണ്ട്. അവരുടെ ആത്മാവും നശിക്കാണ്ട് കിടക്കുന്നുണ്ട്. പോരാത്തതിന് ഈ കടുമരണം മരിക്കുന്ന ആത്മാക്കളെ ദൈവം അങ്ങോട്ട് എടുക്കില്ല. അവരരിയത്താണ്ട് അവരെ കുറുമ്പുകൊണ്ട് മരിക്കണതാണ്. അവരെ നമുക്ക് വേണ്ട. അവർക്ക് ജീവിക്കാനായിട്ട് ചിലപ്പോൾ അവർക്കൊരു സമയം ഉണ്ടാവും. ആ സമയം കഴിഞ്ഞാൽ മാത്രമാണ് അവർക്ക് മരണം. ദൈവം സ്വാഭാവികമായുള്ള ഒരു മരണം വെച്ചിട്ടുണ്ട്. ആ മരണം വരെ നമ്മൾ ഫൈറ്റ് ചെയ്ത് ജീവിക്കണം. അതാണ് മനുഷ്യൻ്റെ ധർമ്മം. അത് ചെയ്യാത്തവരെ കാര്യം എന്തുണ്ടായി ദൈവം അങ്ങോട്ട് കയറ്റില്ല. വേറൊരു പുനർജന്മം കൊടുക്കൂല. അവർക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗതി കിട്ട ആത്മാവ് പോലെ ഇവിടെയൊക്കെ കിടന്ന് നടക്കാം. അതുപോലെ തന്നെ ഈ മരിക്കേണ്ട സമയം അവർക്കുണ്ട്. ഇവരിത് കുറുമ്പോണ്ട് മരിച്ചാണ്. ആ മരിക്കേണ്ട സമയമാകുമ്പോൾ അവർക്ക് അവിടെ ദൈവത്തിൻ്റെ വാതിൽ തുറന്ന് കിട്ടുകയും ചെയ്യും. ഈ അലച്ചിലും പ്രശ്നമൊക്കെ നിർത്തിയിട്ട് അവർക്ക് അവിടേക്ക് കയറിപ്പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങളൊരു മനസ്സിൽ വെച്ചിരിക്കണം. നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്കൊരു മരണമുണ്ട്. ആ മരണം വരെ നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും ബുദ്ധിമുട്ടിയാലും രോഗം വന്നാലും ജീവിച്ചിരിക്കണം. ഇത്രയും നേരം എൻ്റെ ലാത്തിയടി കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.